അവിടെ ഫുള്ള് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വീടെടുത്താലും നിങ്ങൾക്ക് ഉപകാരമാണ്. ആയിക്കോട്ടെ. ഈ 4 തൂണുകളുണ്ട്. ആ തൂണുകളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് പോളിഷ് ചെയ്തെടുത്താണ്. ശരി. കണ്ടാൽ മാർബിളാണെന്ന് തോന്നുന്നു. തോന്നുന്നല്ലേ. ഈ 4 തൂണിലാണ് സീലിംഗ് മുഴുവനായിട്ട് നിൽക്കുന്നത്. ശരി. അപ്പോൾ 4 തൂണുകൾക്കും ഇസ്ലാമിലെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഷാഫി ഇമാം, ഇത് ഹനഫി ഇമാം, അത് അഹ്മദ് ബിൻ ഹംബലി ഇമാം, അവിടെ മാലിക് ഇമാം, അവിടെ കാണുന്നത് ഷാഫി ഇമാം. അത് ഷാഫി അല്ലേ? മേലെ കാണുന്ന കുബ്ബല്ലേ, 13 കുബ്ബുകളുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കുബ്ബ. ഇതിൻ്റെ പ്രത്യേകത ഇത് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ കുബ്ബയാണത്. അതിൽ എഴുതിയ സൂറത്തുകളൊക്കെ തുർക്കികളാണ് എഴുതിയത്. നമ്മളെ ഹറമിലൊക്കെ എഴുതുന്ന തുർക്കികളുണ്ട്. അവരവിടെ വന്നിട്ട് കൈകൊണ്ട് എഴുതിയതാണ് ഇത് മുഴുവൻ. പിന്നെ ഈ കാണുന്ന 3 ഗ്ലാസ് അതാണ് പള്ളിയുടെ ഓഫീസ്, മീഡിയ വർക്ക്, മൈക്ക് സെറ്റൊക്കെ അവിടെയാണ്. അതുപോലെ ആ ഭാഗത്ത് കാണാം, അത് ലൈബ്രറിയാണ്. അതിൻ്റെ അവിടെ മേലെ 3 ഗ്ലാസ് ഉണ്ട്. 3 ഗ്ലാസ് അത് ലൈബ്രറിയാണ്. ഇവിടെ റിബൺ അവസാനിക്കുന്ന അവിടെ വലിയൊരു വാതിൽ അടച്ചിട്ടിട്ടുണ്ട്. റിബൺ അവിടെ കറങ്ങുന്നതിന് തൊട്ടിപ്പുറത്ത് അവിടെയാണ് മിമ്പറുള്ളത്. വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഓപ്പൺ ഇമാമ് ഖുതുബോധി അറിഞ്ഞാൽ അതിനുള്ളിലേക്ക് തന്നെ പോവുകയും ചെയ്യും. ഈ ചെടിയിലൊരു പച്ച ഫ്ലവർ കാണാം. അതിലൊക്കെ എഴുതിയിട്ടുള്ളത് അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലയുടെ പേരുകളാണ്. പിന്നെ മേലെ കാണുന്ന 3 ഗ്ലാസ് അല്ലേ, മേലെ അതാണ് ആസാറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷേറെ മുബാറക്കൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് അവിടെയാണ്. ജുമാടെ മുമ്പായിട്ട് വരികയാണെങ്കിൽ കാണാൻ പുള്ളി കയറാറുന്നു അല്ലേ?